വെരി ഗുഡ് ആഫ്റ്റർനൂൺ മക്കളെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ടൈപ്സാണ്. ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചർ, ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ. ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചർ നമുക്കറിയാം, കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ശരിക്കും കോപ്പറേറ്റീവ്സ് എത്രയാണ്? 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചർ ആണെങ്കിൽ നമ്മൾ 2 ടൈപ്പാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ക്രെഡിറ്റ് സൊസൈറ്റീസും ഒന്ന് നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത്, അതായത് ചില ആളുകൾ പറയുന്നത്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എങ്ങനെ മതി, 2 ടയർ മതി എന്നുള്ള അഭിപ്രായമുള്ള ആളുകളുണ്ട്. അതേപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ നമുക്കറിയാം സ്ട്രക്ചർ 3 ടയറാണ്. അപ്പോൾ ആ 3 ടയർ മതി എന്നുള്ള അഭിപ്രായമുള്ള ആളുകളുണ്ട്. അതല്ല, 3 ടയറിൻ്റെ ആവശ്യമില്ല, 2 ടയർ മതി എന്നുള്ള അഭിപ്രായമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലുള്ളൊരു ടയർ, അതായത് ആ മിഡിൽ ലെവലുള്ള ആ ഒരു ടയർ ശരിക്കും എന്ത് ചെയ്യാം, ഒഴിവാക്കാം എന്നുള്ളതാണ് ചില ആളുകളുടെ അഭിപ്രായം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അഭിപ്രായമുള്ള ആളുകളുമുണ്ട്. അതുപോലെ തന്നെ 3 ടയർ സിസ്റ്റം തന്നെ വേണമെന്ന അഭിപ്രായമുള്ള ആളുകളുമുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഈ 3 ടയർ സിസ്റ്റത്തിൽ ഈ മിഡിൽ ടയർ, അതായത് ഈ മിഡിൽ ടയർ വരുന്ന സമയത്ത് ആ മിഡിൽ ടയറിനെ നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു അഭിപ്രായം വന്നു. അങ്ങനെ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ മിഡിൽ ടയർ എലിമിനേറ്റ് ചെയ്യുമ്പോൾ താഴെ പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ താഴെ പറയുന്ന സിറ്റുവേഷൻസ് എമർജ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ സിറ്റുവേഷൻസ് ഉണ്ട്, 13 സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻസ് ഉണ്ടാവാം. അപ്പോൾ ആ പല ആളുകളുടെ അഭിപ്രായം കോപ്പറേറ്റീവ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെ മതി, ഈ 2 ടയർ മതി എന്നുള്ള അഭിപ്രായമുള്ള ആളുകളുണ്ട്, 3 ടയർ മതി എന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അതിൽ പല ആളുകളും പറയുന്നത് 2 ടയർ മതി എന്നുള്ള അഭിപ്രായക്കാർ പറയുന്നത് ഈ മിഡിൽ ടയർ അല്ലെ, ആ മിഡിൽ ടയറിനെ നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ കുറേ അതിനിടയ്ക്ക് വരാവുന്ന, അല്ലെങ്കിൽ ആ ഒരു എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ സിറ്റുവേഷൻസ് വരാം, കുറേ സിറ്റുവേഷൻസ് എമർജ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് ആ സിറ്റുവേഷൻസ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ ഒന്ന്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എസ്റ്റാബ്ലിഷ് ദ സെയിം ഇൻറ്റിമസി ആൻഡ് കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈമറി സൊസൈറ്റി ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആസ് ബിറ്റ്വീൻ പ്രൈമറി സൊസൈറ്റി ആൻഡ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ പല ആളുകളും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മിഡിൽ മാൻ അല്ലെങ്കിൽ ഈ മിഡിൽ ടയർ ഇല്ലാത്ത സമയത്ത്, അതായത് എന്ത് വെച്ചാൽ ഈ ടോപ്പ് മോസ്റ്റ് ടയറും അതുപോലെ തന്നെ ഈ ഇന്നർ ടയറും തമ്മിലുള്ള ഒരു ഇൻറ്റിമസി അല്ലെ, ആ ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് പ്രൈമറി സൊസൈറ്റിയും അതുപോലെ തന്നെ അപ്പെക്സ് സൊസൈറ്റിയും കോപ്പറേറ്റീവ് സൊസൈറ്റിയും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ത് ചെയ്യില്ല, ആ ഒരു ഇൻറ്റിമസി കുറയും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു മിഡിൽ ടയറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഈ ടോപ്പ് ടയറും അതുപോലെ തന്നെ ബോട്ടം ടയറും തമ്മിൽ എന്തുണ്ടാവുള്ളൂ, ഒരു ഇൻറ്റിമസി ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യമായിട്ട് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് കനോട്ട് ഹാവ് ദ സെയിം വോയിസ് ആൻഡ് കൺട്രോൾ ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആസ് ദേ ഹാവ് ദ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് അറ്റ് പ്രസൻറ്റ് അല്ലേ. അപ്പോൾ നമുക്കറിയാം, അതായത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിക്ക് ഉള്ള ആ ഒരു വോയിസ് അല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റ് പവർ എവിടെ ഇല്ല, അതായത് ഈ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള ആ ഒരു പവർ ആർക്കില്ല, ഈ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനേജ്മെൻറ്റ് കുറച്ചും കൂടി നല്ല രീതിയിൽ സ്മൂത്തായിട്ട് അത് ഓരോ കാര്യങ്ങളും ഏൽപ്പിക്കാൻ, അതായത് ഒരു ഫങ്ഷൻസും ഏൽപ്പിച്ച് ചെയ്തു കൊടുക്കാൻ പ്രാപ്തി പ്രൈമറി കോപ്പറേറ്റീവ്സിന് അത്ര ഉണ്ടാവില്ല കമ്പാരിറ്റീവ്ലി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ്സ് ആണ് ഈ മിഡിൽ ടയറിൽ വരുന്ന ഒരു വരുന്നത്. അപ്പോൾ ശരിക്കും അതാണ് വേറൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അപ്പെക്സ് ബാങ്ക് ആൻഡ് ദ പ്രൈമറി സൊസൈറ്റീസ് മേ ലീഡ് ടു ലാക്ക് ഓഫ് കോർഡിനേഷൻ ഇൻ ദ സ്ട്രക്ചർ ആൻഡ് ക്രിയേറ്റ് ഡിഫറൻസസ് ആൻഡ് അപ്പതി ഓഫ് ദ പ്രൈമറി സൊസൈറ്റീസ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ്, അതായത് അപ്പെക്സ് ബാങ്കും ഇപ്പോൾ സ്റ്റേറ്റ് ലെവലുള്ള ബാങ്കും അതുപോലെ തന്നെ പ്രൈമറി ബാങ്കും പ്രൈമറി സൊസൈറ്റീസും തമ്മിൽ ഒരു ലാക്ക് ഓഫ് കോർഡിനേഷൻ വരും. അങ്ങനെ ലാക്ക് ഓഫ് കോർഡിനേഷൻ വരുന്ന സമയത്ത് എന്തുണ്ടാവും, ചിലപ്പോൾ ഈ പ്രൈമറി സൊസൈറ്റീസിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഈ ടോപ്പ് ലെവൽ സ്റ്റേറ്റ് ലെവലിലുള്ള ആ ഒരു ടോപ്പ് ടയറിലുള്ള ആ ഒരു സൊസൈറ്റിയോട്, അവിടെയുള്ള ആളുകളോട് ചിലപ്പോൾ ദേഷ്യമോ വിദ്വേഷമൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഡിസ്ട്രിക്ട് ഹാസ് ബീൻ റീകൺഡ് ആസ് എ യൂണിറ്റ് ഫോർ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ കൺട്രി. ദെർഫോർ ദ ഡിസ്ട്രിക്ട് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബെറ്റർ സിറ്റുവേറ്റഡ് ഇൻ ദ കോപ്പറേറ്റീവ് ഫീൽഡ് ആൾസോ. If one of
the other hand, policies and programs are framed at state level. They may be not prove suitable to different conditions obtaining in different areas. അല്ലേ? അപ്പോൾ നമുക്കറിയാം, അതായത് പല കാര്യങ്ങളും പല പ്ലാനിങ്ങുകളും വരുന്നത്, പല യൂണിറ്റ് പ്ലാനിങ്ങുകളും വരുന്നത് എങ്ങനെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് പ്ലാനിങ്ങുകളും വരുന്നത് ഡിസ്ട്രിക്ട് ലെവലിലാണ് വരുന്നത്. അല്ലേ? അപ്പോൾ ശരിക്കും ഒരു ഡിസ്ട്രിക്ട് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിലാണ് അതൊന്നും കൂടി കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നടത്താൻ പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഒരു സ്റ്റേറ്റ് ലെവൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ് ലെവൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ സമയത്തും ആ സ്റ്റേറ്റ് ലെവൽ കോർഡിനേഷൻ സാധ്യമാവില്ല. അപ്പോൾ സ്റ്റേറ്റിൻ്റെ തന്നെ പല ഏരിയാസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഒരു ഡിസ്ട്രിക്ട് ലെവൽ കോർഡിനേഷനാണ് നല്ലത്, അല്ലേ, കുറേ കൂടി നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ മിഡിൽ ടയർ വേണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യമായിട്ട് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നത്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ബീങ് കൺട്രോൾഡ് credit, there is a universal need to guide, supervise and control this credit. The efforts of this cooperative department to exercise control from the outside may not prove successful. അപ്പോൾ നമുക്കറിയാം, അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരിക്കും ഈ കോപ്പറേറ്റീവ്സിൻ്റെ കൺട്രോൾ, അല്ലേ, കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു യൂണിവേഴ്സൽ മോഡ് ഓഫ് കൺട്രോളിംഗ് ആണ് എന്ത് എല്ലാ കോപ്പറേറ്റീവ്സിനും വരിക. അപ്പോൾ ശരിക്കും ഈ സൂപ്പർവൈസിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പുറമേയുള്ള ആളുകൾക്ക്, പുറമേയുള്ള എന്താണ് കോപ്പറേറ്റീവ്സിന് ഈ നമ്മുടെ രാജ്യത്തുള്ള ഒരു കോപ്പറേറ്റീവ്സിനെ കൺട്രോൾ ചെയ്യൽ എന്തായിരിക്കും, പ്രയാസമായിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ അപ്പോൾ അത് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടോപ്പ് ലെവലിൽ നിന്ന് കൺട്രോൾ ചെയ്യുമ്പോൾ നേരെ പ്രൈമറി ലെവലിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, അപ്പോൾ ആ കൺട്രോളിംഗ് ഒന്നും കൃത്യമായിട്ട് എന്ത് ചെയ്യില്ല, നടപ്പിലാവില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആ ഒരു പുറമേയുള്ള കൺട്രോളിങ്, പുറത്തുനിന്നുള്ള കൺട്രോളിങ് ശരിക്കും എന്താവും, അതായത് നേരെ സ്റ്റേറ്റ് ലെവലിൽ നിന്ന് നേരെ പ്രൈമറി ലെവലിലേക്ക് കൺട്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എന്ത് കിട്ടില്ല, അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് കിട്ടില്ല എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പറയുന്നത്, എ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ക്യാൻ ബി ക്വൈറ്റ് helpful in promotion and development of other types of cooperative institution in the district. This may be difficult when the present pattern is changed. അല്ലേ? അപ്പോൾ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് ബാങ്ക്, ഒരു ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടെങ്കിൽ ശരിക്കും ആ ഡിസ്ട്രിക്റ്റിലുള്ള മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, അല്ലേ, അതായത് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ വളരാനുള്ളൊരു സാധ്യതയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഇല്ല എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്താണ്, ഡിസ്ട്രിക്ട് ലെവലിലുള്ള കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊന്നും വളരാൻ അവിടെ സാധ്യത ഇല്ലാതെയാവും. അപ്പോൾ അതുകൊണ്ട് അത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ്, അത് ഈ മിഡിൽ ടയർ എന്താണ് ആവശ്യമാണ് എന്നുള്ളതാണ്, കോപ്പറേറ്റീവ് സിസ്റ്റത്തിൽ ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, ദ ഡിസ്ട്രിക്ട് ബാങ്ക്സ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ആസ് ദ ബാലൻസിങ് സെൻറ്റർ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഓഫ് ദ പ്രൈമറി സൊസൈറ്റീസ് ഇൻ ദ ഡിസ്ട്രിക്ട് ആൻഡ് ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് its help to the comparatively backward areas. Thus it can be instrument for balanced growth of the cooperative movement in the district. This will be able to possible in two-tier will not be possible in two-tier setup. അല്ലേ? അപ്പോൾ നമുക്കറിയാം, അതായത് എന്ത് വെച്ചാൽ പല കാര്യങ്ങളുടെയും ഒരു ബാലൻസിങ് സെൻറ്ററാണ് ശരിക്കും എന്ത് ഈ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ്സ്. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ്സ് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജില്ലാടിസ്ഥാനത്തിൽ തന്നെ ബാക്ക്വേർഡ് ഏരിയാസ്, അല്ലേ, ബാക്ക്വേർഡ് ഏരിയാസിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ഭാഗങ്ങൾ സ്ട്രെങ്തൻ ചെയ്യാൻ എന്ത് ചെയ്യും, ഈ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ്സ് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു ഇൻസ്ട്രുമെൻ്റാണ്, ഒരു ബാലൻസ്ഡ് ഗ്രോത്തിന് വേണ്ടുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ശരിക്കും എന്ത് ഈ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ്സിൻ്റെ വർക്കിംഗ്. അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ടു ടയർ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ഒരു ബാലൻസിങ് എന്ത് ചെയ്യില്ല, നടപ്പിലാവില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം പറയുന്നത് ഇഫ് ദ ഡിസ്ട്രിക്ട് ബാങ്ക്സ് ആർ അബോളിഷ്ഡ്, ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് വിൽ ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ഇറ്റ്സ് ബ്രാഞ്ചസ് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് ഓൾസോ എംപ്ലോയ് എ ലാർജ് നമ്പർ ഓഫ് പേഴ്സണൽ ഫോർ their working. It means that expenditure and present borne by the district bank on the staff will have to be met by Apex Bank. The change in the administrative framework may not help reduction of expenditure. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് ബാങ്ക്സ് ഇല്ല എന്ന് വിചാരിക്കും. അപ്പോൾ ഡിസ്ട്രിക്ട് ബാങ്ക്സ് ഇല്ലെങ്കിൽ എന്താണ്, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ലെവലിലുള്ള ആ ഒരു അപ്പെക്സ് ലെവലിലുള്ള അവരെന്ത് ചെയ്യണം, അവർ കുറേ ബ്രാഞ്ചസ് എന്ത് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം, അല്ലെ, ഈ ഡിസ്ട്രിക്റ്റിൽ മുഴുവൻ എന്ത് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ശരിക്കും എന്താ വെച്ചാൽ കൂടുതൽ ആളുകളെ, ജോലിക്കാരെ എന്ത് ചെയ്യണം, അവിടെ നിയമിക്കണം. അപ്പോൾ ശരിക്കും എന്താണ്, ചിലവ് ശരിക്കും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിഡിൽ ടയറിനെ നമ്മൾ ഒഴിവാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ
അപ്പെക്സ് ലെവലിൽ നിന്ന് നേരിട്ടിട്ട് എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ബ്രാഞ്ചസ് എന്ത് ചെയ്യണം, കൂടുതൽ ബ്രാഞ്ചസ് തുറക്കണം. അപ്പോൾ ശരിക്കും എന്താണ്, ചിലവ് കൂടുകയാണ് ചെയ്യുന്നത്, കുറയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എന്താണ് അതിൻ്റെ പോരായ്മകൾ ഉണ്ടാവുന്നുണ്ട് ഈ എന്താകുമ്പോൾ ഈ മിഡിൽ ടയർ സിസ്റ്റം ഒഴിവാക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്.